തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. കെ.എസ്.ആർ.ടി.സി. ബസ് തടഞ്ഞ സംഭവത്തിൽ മേയറെ പിന്തുണയ്ക്കുന്ന പ്രമേയം ചട്ടലംഘനമെന്നാരോപിച്ചാണ് പ്രതിഷേധം. എന്നാൽ പ്രമേയം പാസാക്കിയിട്ടില്ലെന്നും ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതായും മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു. തുടർന്ന് യോഗം ബഹിഷ്കരിച്ച ബി.ജെ.പി. കൗൺസിലർമാർ നഗരസഭയ്ക്ക് പുറത്തിറങ്ങി മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. കൗൺസിൽ യോഗം ആരംഭിച്ച ഉടൻ തന്നെ പ്രതിഷേധവുമായി ബി.ജെ.പി. കൗൺസിലർമാർ രംഗത്തെത്തി. കെ.എസ്.ആർ.ടി.സി. ഡ്രൈവർ മേയർ തർക്കത്തിൽ മേയർക്ക് അനുകൂലമായി പാസാക്കിയ പ്രമേയം തള്ളണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഭരണപക്ഷത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. കൗൺസിൽ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്ക് പുറത്തും പ്രതിഷേധമുയർത്തി. മേയറും കൂട്ടരും തെരുവിൽ ഒരു ചട്ടവിരുദ്ധമായി അല്ലെങ്കിൽ ഒരു ഗുണ്ടയെ പോലെ ഒരു ബസ്സിന് കുറുകെ ഒരു കാർഗ് പിടിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ അവന് താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള ഒരു ജീവനക്കാരനെ നടുറോഡിലിട്ട് യാത്രക്കാരെ ഇറക്കി വിട്ടുകൊണ്ടുള്ള വലിയ ഒരു ആഭാസത്തരം നടത്തിയതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രമേയം കഴിഞ്ഞ പ്രാവശ്യം LDF കൗൺസിൽ യോഗത്തിൽ കൊണ്ടുപോയി. നഗരസഭാ കൗൺസിൽ യോഗത്തിൻ്റെ ചട്ടപ്രകാരം മുനിസിപ്പാലിറ്റി ആക്ടിൻ്റെ ചട്ടപ്രകാരം നയപരമായ കാര്യങ്ങളല്ലാതെ പുറത്ത് നടന്ന മേയർ കാണിച്ച കൊള്ളരുതായ്മയെ പ്രമേയമായി അവതരിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ കൗൺസിൽ സഭ ബഹിഷ്കരിച്ചത്. അതേസമയം പ്രമേയം അവതരിപ്പിച്ചിട്ടില്ലെന്നും തെറ്റായ വാർത്ത നൽകിയത് മാധ്യമങ്ങളാണെന്നും മേയർ ആര്യ രാജേന്ദ്രൻ സഭയെ അറിയിച്ചു. മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത പ്രത്യേക കൗൺസിൽ യോഗത്തിലാണ് പ്രതിഷേധം ഉയർന്നത്. ജനം, തിരുവനന്തപുരം.